സിന്ദൂരരേഖ ഭാഗം 126. മറുഭാഗത്ത് മനുവിന്റെ നീതിക്ക് വേണ്ടി നിലകൊണ്ടിരുന്നത് അഡ്വക്കേറ്റ് രാധിക എന്ന പവർഫുൾ ലേഡിയായിരുന്നു. കേരളത്തിലെ ക്രിമിനൽ നിയമരംഗത്ത് സ്വന്തം പേരെഴുതി ചേർത്ത് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാത്ത ധീരയായ സ്ത്രീ. അമ്മ വഴി തന്നെ മനു കണ്ടുപിടിച്ചതാണ് അഡ്വക്കേറ്റ് രാധികയെ. അമ്മ അവന് പറഞ്ഞു കൊടുത്ത മജിസ്ട്രേറ്റ് ജഡ്ജി വഴിയായിരുന്നു അവൻ അഡ്വക്കേറ്റ് രാധികയെ കണ്ടെത്തിയത്. എല്ലാ പ്രതികളുടെയും വിസ്താരവും ഹിയറിംഗും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരുന്നു. ബ്രഹ്മദത്തൻ തന്റെ അവസാന വാദത്തിൽ മനുവിനും സൂര്യനും ചേർന്ന് തയ്യാറാക്കിയ നുണപരിശോധനാ ഫലങ്ങളെ നിയമപരമായി തള്ളിക്കളയാൻ സർവ്വശക്തിയും ഉപയോഗിച്ചു എന്ന് തന്നെ പറയാം. യുവർ ഓണർ, പ്രോസിക്യൂഷൻ ഈ പറയുന്ന ശാസ്ത്രീയ തെളിവുകൾക്കൊന്നും നിയമസാധുതയില്ല. മജിസ്ട്രേറ്റിന്റെ കൃത്യമായ അനുമതിയോ പ്രതിഭാഗം വക്കീലിന്റെ സാന്നിധ്യമോ ഇല്ലാതെ എടുത്ത ഈ നുണപരിശോധനാ ഫലം വെറും കെട്ടിച്ചമച്ച ഒന്നാണ്. എന്റെ കക്ഷികളെ മനഃപൂർവ്വം ഈ ഓർഗൻ മാഫിയ കേസിൽ കൊടുക്കാൻ വേണ്ടി കമ്മീഷണർ സൂര്യനും ഡോക്ടർ മാനവർമ്മയും ചേർന്ന് നടത്തിയ ഗൂഢാലോചന മാത്രമാണിത്. ഇതിനു പിന്നിൽ ഡോക്ടർ മാനവർമ്മയും അയാളുടെ ഹോസ്പിറ്റലിൽ നടക്കുന്ന കേസുകളുമാണ്. അതുകൊണ്ട് ഈ പ്രതികളെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിടണം. ബ്രഹ്മദത്തൻ തന്റെ വാദങ്ങൾ ഉപസംഹരിച്ചുകൊണ്ട് പുച്ഛത്തോടെ മനുവിനെ ഒന്ന് നോക്കി. കൃഷ്ണനമ്മാവിന്റെ രാഷ്ട്രീയ സ്വാധീനം അവിടെ വ്യക്തമായിരുന്നു. കാരണം പല ഔദ്യോഗിക രേഖകളും അപ്രത്യക്ഷമായിരുന്നു. നിയമത്തിന്റെ പഴുതുകൾക്ക് പ്രതികൾക്ക് അനുകൂലമായി തുറക്കപ്പെട്ടു എന്ന് ബ്രഹ്മദത്തൻ ഉറപ്പിച്ച നിമിഷം. അപ്പോഴാണ് അഡ്വക്കേറ്റ് രാധിക തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റത്. അവരുടെ മുഖത്ത് കനത്ത ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. യുവർ ഓണർ, പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത് വളരെ ശരിയാണ്. നിയമത്തിന്റെ സാങ്കേതികത്വം വെച്ച് നോക്കിയാൽ നുണപരിശോധനയ്ക്ക് ചില പരിമിതികളുണ്ട്. എന്നാൽ നിയമത്തിന് കണ്ണടയ്ക്കാൻ കഴിയാത്ത ചില അനിഷേധ്യമായ സത്യങ്ങൾ ഈ കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ ആഗ്രഹിക്കുന്നു. വെറും വാക്കുകളല്ല, ജീവനുള്ള തെളിവുകൾ. രാധിക തന്റെ കയ്യിലെ ഫയലുകൾ മജിസ്ട്രേറ്റിന് കൈമാറി. യുവർ ഓണർ, ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മാഫിയയുടെ ആഴം കണ്ടെത്താൻ ഡോക്ടർ മാനവർമ്മ തന്റെ വിദേശത്തുള്ള സുഹൃത്ത് ഫെലിക്സ് വഴി ഒരു വലിയ അന്വേഷണം നടത്തിയിരുന്നു. US-ലുള്ള ഫെലിക്സ് അവിടെയുള്ള ബാങ്ക് അക്കൗണ്ടുകളും ഇന്റർനാഷണൽ മണി ട്രാൻസ്ഫറുകളും നിരീക്ഷിച്ചതിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. സിറിലിന്റെയും സാമുവലിന്റെയും രഹസ്യ വിദേശ അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒഴുകിയെത്തിയിരിക്കുന്നത്. കോടതി മുറിയിൽ പെട്ടെന്നൊരു പിറുപിറുപ്പുയർന്നു. സിറിലിന്റെ മുഖം വിളറി വിളക്കാൻ തുടങ്ങി. അത് മാത്രമല്ല യുവർ ഓണർ, രാധികയുടെ ശബ്ദം കോടതി ഹാളിൽ മുഴങ്ങി. ആ പണം എന്തിനാണ് വന്നതെന്നറിയാമോ? പാവപ്പെട്ടവരുടെ അവയവങ്ങൾ മോഷ്ടിച്ച് കോടികൾ വാങ്ങി വിദേശികൾക്ക് മാറ്റിവെക്കാൻ വേണ്ടി. ഡോക്ടർ മാനവർമ്മയുടെ ഹോസ്പിറ്റലിന്റെ പേരും ലേബലും വ്യാജമായി ഉപയോഗിച്ച് ഇവർ രഹസ്യമായിട്ട് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയ 5 വിദേശ രോഗികളെ ഞങ്ങൾ ഈ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുവാണ്. അവരുടേതായിട്ടുള്ള മെഡിക്കൽ രേഖകളും അവർ സിറിലിന്റെ അക്കൗണ്ടിലേക്ക് അയച്ച പണത്തിന്റെ കൃത്യമായ രേഖകളും ഇതാ കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കുന്നു. കോടതിയുടെ വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു. കനത്ത പോലീസ് സുരക്ഷയിൽ വീൽചെയറിലും അല്ലാതെയും 5 വിദേശ രോഗികൾ കോടതിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അവരെ കണ്ടതും അഡ്വക്കേറ്റ് ബ്രഹ്മദത്തന്റെ കയ്യിലിരുന്ന പേന താഴേക്ക് വീണു. അയാൾ അന്തം വിട്ടുപോയി എന്ന് പറയാം. രക്ഷപ്പെടാൻ ഒരു ചെറിയ ലൂപ്പ് ഹോൾ പോലും ഇല്ലാത്ത വിധം മനുവും രാധികയും ചേർന്ന് അവരെ കൃത്യമായി പൂട്ടിക്കഴിഞ്ഞിരുന്നു. കോടിക്കണക്കിന് രൂപയുടെ അനധികൃത അവയവ കച്ചവടത്തിന്റെ ജീവിക്കുന്ന രേഖകളായി ആ 5 പേർ കോടതിക്ക് മുന്നിൽ നിന്നു. കൃഷ്ണനമ്മാവിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിനോ ബ്രഹ്മദത്തന്റെ വാക്ചാതുര്യത്തിനോ തടുക്കാൻ കഴിയാത്ത വണ്ണം തെളിവുകൾ അത്രമേൽ ശക്തമായിരുന്നു. സാമുവലും സിറിലും പരസ്പരം നോക്കി തളർന്നുപോയി. ഇനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്ന് അവർക്കന്നേരം സ്വയം മനസ്സിലാക്കാൻ പറ്റിയിരുന്നു. സാഹചര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ മജിസ്ട്രേറ്റ് ഫയലുകൾ കൃത്യമായി തന്നെ പരിശോധിച്ചു. ഈ കേസിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പുതിയ തെളിവുകൾ അതീവ ഗുരുതരമാണ്. ഇതിന്മേൽ കൂടുതൽ വിശദമായ പഠനവും അന്വേഷണവും ആവശ്യമുണ്ട്. പ്രതികളുടെ ജാമ്യാപേക്ഷ പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഈ കേസിന്റെ അന്തിമ വിധി പ്രസ്താവിക്കുന്നത് അടുത്ത മാസത്തിലേക്ക്, അതായത് വരാനിരിക്കുന്ന ഓഗസ്റ്റ് 12-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. അതുവരെ പ്രതികൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നതാണ്. മജിസ്ട്രേറ്റിന്റെ ചുറ്റിക മേശപ്പുറത്ത് ആഞ്ഞടിച്ചു. കോടതി പിരിഞ്ഞതും ആളുകൾ പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. പോലീസുകാർ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ആകെ തകർന്നു വിളറിയ മുഖത്തോടെ നിന്നിരുന്ന അനവധ്യയുടെ അരികിലേക്ക് മനു പതിയെ നടന്നു ചെന്നു. അവന്റെ മുഖത്ത് കടുത്ത പുച്ഛവും പ്രതികാരത്തിന്റെ നേർത്തൊരു പുഞ്ചിരിയും ഉണ്ടായിരുന്നു. മനുവിനെ കണ്ടതും അനവധി ദേഷ്യത്തോടെയും ഭയത്തോടെയും അവനെ നോക്കി. നീ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കില്ല ഡോക്ടർ മാനവ്. ബ്രഹ്മദത്തൻ സാർ ഞങ്ങളെ പുറത്തിറക്കും. അവൾ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. മനു ഒന്ന് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് അവൾക്ക് നേരെ അല്പം കുനിഞ്ഞ് പതുക്കെ പറഞ്ഞു, അനവധ്യ, നീ പറഞ്ഞൊരു ചെറിയ മിസ്റ്റേക്ക്. ആ ഒരൊറ്റ തെറ്റുകാരനാണ് ഇന്ന് നീയും കൂടി ഇവിടെ പെട്ടു നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിന്റെ ആ പാവത്താൻ അഭിനയം കണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേനെ. അനവധ്യ സംശയത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഞാനെന്ത് തെറ്റാ പറഞ്ഞത്? മനുവിന്റെ മുഖത്ത് ഭാവം അന്നേരം മാറി. ക്രൂരത നിറഞ്ഞ മുഖഭാവത്തിലും ശാന്തതയോടെ അവൻ പറഞ്ഞു, അന്ന് എന്നോട് നീ പറഞ്ഞില്ലേ സംസ്കൃതിക്ക് വയറ്റിലൊരു കുഞ്ഞുണ്ടായിരുന്ന കാര്യം നിനക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന്. പക്ഷെ നീ മറന്നുപോയി അനവധ്യ.
അന്ന് നീ അവളെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കും എന്ന് നീ കൃത്യമായി പറഞ്ഞിരുന്നു. ആ ഫോൺ കോൾ റെക്കോർഡർ അവളുടെ ഫോണിലുണ്ടായിരുന്നു. അത് ഞാൻ കേട്ടതുമാണ്. അനവധിയുടെ കാതുകളിൽ ഒരു ഇടിമിന്നലേറ്റതുപോലെ തോന്നി. അവൾ ശ്വാസമെടുക്കാൻ മറന്നുപോയി. മനു തുടർന്നു. നീ അവളെ വിളിച്ച് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൾക്ക് അന്നേരം വല്ലാത്തൊരു മാനസികാഘാതം ഉണ്ടായതും വീണുപോയതും. നീ പറഞ്ഞ ആ ഒരു ഒറ്റ വാക്കിലാണ് നീ ഈ കേസിൽ ഒരു കൊലപാതകിയെ പോലെ കുടുങ്ങിയത്. അവിടെ നിന്നാണ് നിനക്ക് ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തണം എന്നുള്ള കാര്യത്തിൽ വരെ സൂര്യൻ തീരുമാനത്തിലെത്തിയത്. സ്വന്തം ബുദ്ധിയിൽ നീ കൂട്ടിച്ചമച്ച കള്ളം തന്നെയാണ് നിന്റെ ഈ കുഴി തോണ്ടിയിരിക്കുന്നത്. അനവദ്യ ഒരു വാക്കുപോലും മിണ്ടാനാവാതെ തരിച്ചു നിന്നു. തൻ്റെ അഹങ്കാരവും ബുദ്ധിയും മനുവിൻ്റെ ഈ ദൃഢതയ്ക്ക് മുന്നിൽ വെറും തരിപ്പണമായി മാറിയത് അവൾ തിരിച്ചറിഞ്ഞു. മനു അവളെ നോക്കിയൊരു പരിഹാസച്ചിരിയോടെ തിരിഞ്ഞു നടന്നു. ഇനി അവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും എല്ലാ തെളിവുകളും താൻ കൃത്യമായി നിരത്തിക്കഴിഞ്ഞു എന്നുള്ള പൂർണ്ണമായ ബോധ്യം അന്നേരം മനുവിനുണ്ടായിരുന്നു. ചതിച്ചവരാരും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പോടെ അവൻ കോടതിയുടെ പടവുകൾ ഇറങ്ങി. ഇനി എല്ലാവരുടെയും കണ്ണുകൾ ആ ഒരു ദിവസത്തിലേക്കാണ്. ഓഗസ്റ്റ് 12. കേസിൻ്റെ അന്തിമ വിധി വരുന്ന നിമിഷത്തിനായി മനുവും സൂര്യനും അമ്മാളുമെല്ലാം ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്, നീതിയുടെ ആ മഹാവിധിക്ക് വേണ്ടി. അങ്ങനെ ഇന്നാണ് ഓഗസ്റ്റ് 12. എല്ലാവരും കാത്തിരുന്ന ദിവസം. ഹൈക്കോടതി പരിസരം കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു. മാധ്യമപ്രവർത്തകരും ജനങ്ങളും കോടതി മുറ്റത്ത് തടിച്ചു കൂടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് രാധിക പുറത്തെടുത്ത വിദേശ രോഗികളുടെ വിവരങ്ങളും ഞെട്ടിക്കുന്ന ബാങ്ക് അക്കൗണ്ട് രേഖകളും പുറത്തു വന്നതോടെ നാട്ടിലാകമാനം ഈ കേസ് വലിയ ചർച്ചയായി മാറിയിരുന്നു. കോടതി ഹാളിലേക്ക് മനുവും അമ്മാളുവും അമ്മയും അഡ്വക്കേറ്റ് രാധികയ്ക്കൊപ്പം പ്രവേശിച്ചു. അമ്മാളുവിൻ്റെ കൈകൾ ഭയത്താലും ആകാംക്ഷയാലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. മനു അവളെയൊന്ന് നോക്കി ആത്മവിശ്വാസത്തോടെ കൈകൾ മുറുക്കി പിടിച്ചു. സൂര്യൻ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ തൊട്ടടുത്ത് തന്നെയുണ്ടായിരുന്നു. പ്രതിക്കൂട്ടിലേക്ക് പോലീസ് കാവലിൽ സിറിലിനെയും സാമുവലിനെയും അനന്തനെയും അനവധിയെയും സാനിയെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ ഒരു മാസത്തെ ജയിൽവാസം കൊണ്ട് അവരുടെ അഹങ്കാരമെല്ലാം അലിഞ്ഞു പോയിരുന്നു. മുഖത്ത് മരണനിഴൽ പടർന്നതുപോലെയായിരുന്നു അവർ നിൽക്കുന്നത്. അഡ്വക്കേറ്റ് ബ്രഹ്മദത്തൻ തൻ്റെ സീറ്റിൽ വന്നിരുന്നുവെങ്കിലും പഴയ ആ വീറോടെയുള്ള ഭാവമൊന്നും അയാളുടെ മുഖത്തുണ്ടായിരുന്നില്ല. സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ വിശദരേഖകൾ ഉള്ളതുകൊണ്ട് കേസ് അട്ടിമറിക്കാൻ ആ വമ്പൻ സ്രാവിനും യാതൊരു വഴിയുമില്ലായിരുന്നു. കൃത്യം 10 മണിക്ക് തന്നെ മജിസ്ട്രേറ്റ് തൻ്റെ സീറ്റിൽ ഉപവിഷ്ടനായി. കോടതിയിൽ ശ്വാസം അടക്കി പിടിച്ചുള്ള നിശബ്ദത പടർന്നു. മജിസ്ട്രേറ്റ് തൻ്റെ മുന്നിലെ ഫയലുകൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു. ഒടുക്കം എല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഗൗരവമേറിയ ശബ്ദത്തിൽ കേസിൻ്റെ അന്തിമ വിധിന്യായം വായിക്കാൻ തുടങ്ങി. ഈ കോടതിയുടെ മുന്നിൽ പ്രോസിക്യൂഷൻ സമർപ്പിച്ച ശാസ്ത്രീയ തെളിവുകളും US-ലെ ബാങ്ക് അക്കൗണ്ട് രേഖകളും വിദേശ രോഗികളുടെ നേരിട്ടുള്ള മൊഴികളും സൂക്ഷ്മമായി പരിശോധിച്ചതിൽ നിന്നും പ്രതികൾക്കെതിരെയുള്ള എല്ലാ കുറ്റങ്ങളും സംശയങ്ങൾക്കിടയില്ലാത്ത വിധം തെളിയിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കി. ഡോക്ടർ മാനവർമ്മയുടെ ഹോസ്പിറ്റലിൻ്റെ പേരും ലേബലും വ്യാജമായി ഉപയോഗിച്ച് പാവപ്പെട്ടവരുടെ അവയവങ്ങൾ മോഷ്ടിച്ച് കോടികളുടെ അവയവ കച്ചവടം നടത്തിയതിനും വധശ്രമം, ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നീ കുറ്റങ്ങൾക്കും ഒന്നാം പ്രതിയായ സിറിലിനും രണ്ടാം പ്രതിയായ മകൻ സാമുവലിനും സാനിയയ്ക്കും ജീവപര്യന്തം കഠിന തടവും 50 ലക്ഷം രൂപ വീതം പിഴയും കോടതി വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 5 വർഷം കൂടി കഠിന തടവ് അനുഭവിക്കേണ്ടി വരും. വിധി കേട്ടതും സിറിലും സാമുവലും തളർന്നു താഴേക്ക് വീണിരുന്നു. സാമുവൽ തൻ്റെ തലയിൽ കൈവച്ച് നിലത്തേക്കിരുന്നു പോയി. തുടർന്ന് ഡോക്ടർ മാനവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ വ്യാജ പീഡനാരോപണം ഉന്നയിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതിനും അയാളുടെ ഭാര്യയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി മാനസികമായി തകർത്ത് അവരുടെ കുഞ്ഞിൻ്റെ ജീവൻ അപകടമുണ്ടാക്കിയതിനും മൂന്നാം പ്രതിയായ അനവദ്യയ്ക്ക് 10 വർഷം കഠിന തടവും 10 ലക്ഷം രൂപ പിഴയും വിധിച്ചു. നാലാം പ്രതിയായ അനന്തന് ഗൂഢാലോചനയിൽ പങ്കാളിയായതിനും തെളിവുകൾ നശിപ്പിക്കാൻ സഹായിച്ചതിനും 7 വർഷം തടവ് ശിക്ഷയും കോടതി പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, ഈ കേസിൽ അനധികൃതമായി ഇടപെടാനും തെളിവുകൾ അട്ടിമറിക്കാനും തൻ്റെ അധികാരപരിധികൾ ഉപയോഗിച്ച കൃഷ്ണൻ മാണിക്കശ്ശേരിയുടെ പ്രത്യേക രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണം നടത്താൻ വിജിലൻസിന് മജിസ്ട്രേറ്റ് നേരിട്ട് ഉത്തരവ് നൽകുകയും ചെയ്തു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടുമായിട്ട് നാളെ തന്നെ വരാം കേട്ടോ. ബൈ.